ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ആദിത്യ ഹൃദയമന്ത്രത്തെക്കുറിച്ച് പറയാം. രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിൽ പറഞ്ഞിട്ടുള്ള ആദിത്യ ഹൃദയമന്ത്രം രാമരാവണ യുദ്ധം നടക്കുന്ന അവസരത്തിൽ അഗസ്ത്യ മഹർഷി ശ്രീരാമദേവന് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ മന്ത്രം. യുദ്ധം നടക്കുന്ന അവസരത്തിൽ അഗസ്ത്യ മഹർഷി പ്രകാശസന്നിഭനായി ആകാശത്തുനിന്നും ശ്രീരാമദേവന്റെ തേരിലേക്കിറങ്ങി. അഗസ്ത്യമുനിയെ കണ്ട് വന്ദിച്ചു നിൽക്കുന്ന ശ്രീരാമദേവനോട് മഹർഷി പറഞ്ഞു, നിനക്ക് അഭ്യുദയം വരുത്തുവാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നതും ആപത്തുകൾ അകന്നുപോകുവാൻ ഉതകുന്നതും ശത്രുനാശം വരുത്തുന്നതും രോഗവിനാശകരമായതും ആയുസ്സും സത്കീർത്തിയും വർദ്ധിപ്പിക്കുന്നതുമായ ആദിത്യ ഹൃദയമന്ത്രം നിത്യവും ഭക്തിപൂർവം ജപിക്കുക എന്ന്. അതിനിടയിൽ പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ. ദേവന്മാർ, അസുരന്മാർ, കിന്നരന്മാർ, താപസന്മാര്, ഗുഹ്യകന്മാര്, യക്ഷന്മാര്, രക്ഷസുകള്, മനുഷ്യന്മാർ തുടങ്ങിയവരെല്ലാം ഭജിക്കുന്നത് സൂര്യദേവനെയാണ്. ആദിത്യൻ എന്ന ദേവൻ തന്നെയാണ് 14 ലോകങ്ങളും തൻ്റെ രശ്മികൾ കൊണ്ട് രക്ഷിക്കുന്നതും പ്രളയകാലത്ത് അവയെല്ലാം ഭക്ഷിക്കുന്നതും ആ ദേവൻ തന്നെയാണ്. എന്നിട്ട് അഗസ്ത്യ മഹർഷി പറഞ്ഞു, ആദിത്യ ഭഗവാനെ ദിവസവും ധ്യാനിച്ച് ഭക്തിപൂർവം മന്ത്രജപത്തോടുകൂടി നമസ്കരിക്കുക എന്ന്. അതിനുശേഷം ആദിത്യ ഹൃദയമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ഇങ്ങനെ ആദിത്യ ഹൃദയമന്ത്രം ജപിച്ച് ശത്രുനാശം വരുത്തുക എന്ന്. ഇതുകേട്ട് സന്തുഷ്ടനായ ശ്രീരാമദേവൻ ഭക്തിപൂർവം അദ്ദേഹത്തെ വന്ദിച്ച് ആദിത്യ ഹൃദയമന്ത്രം ജപിച്ചു. പിന്നീട് 7 ദിവസത്തെ യുദ്ധത്തിന് ശേഷം അഗസ്ത്യമുനി കൊടുത്ത ബ്രഹ്മാസ്ത്രം കൊണ്ട് ശ്രീരാമദേവൻ രാവണനെ വധിച്ചു. ദിവസവും ഈ മന്ത്രം രാവിലെ സൂര്യോദയത്തിന് മുമ്പ് വിളക്കു കത്തിച്ച് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഭക്തിയോടുകൂടി 7 തവണ ജപിച്ചാൽ എത്ര വലിയ ദുരിതവും അകന്ന് ഫലസിദ്ധി ഉണ്ടാകും. ഇനി ആദിത്യ ഹൃദയമന്ത്രം കേൾക്കാം. ഓം സന്താപനാശകരായ നമോ നമഃ. അന്ധകാരാന്തകരായ നമോ നമഃ. ചിന്താമണേ ചിദാനന്ദായ തേ നമഃ. നീഹാരനാശകരായ നമോ നമഃ. മോഹവിനാശകരായ നമോ നമഃ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ. സ്ഥാവരജംഗമാചാര്യായ തേ നമോ. ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ. സത്വപ്രധാനായ തത്വായ തേ നമഃ. സത്യസ്വരൂപായ നിത്യം നമോ നമഃ. സത്യസ്വരൂപായ നിത്യം നമോ നമഃ. ഹരി ഓം.